തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് കോടതിയിൽ നിന്നും വരാൻ കഴിയുന്നത്. നമുക്ക് ചില അനുമാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ അനുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ സാധാരണ ഇത്തരത്തിലുള്ള ഒരു ആന്റിസിപ്പേറ്ററി മുൻകൂർ ജാമ്യാപേക്ഷ ഹർജികൾ കോടതിക്ക് മുൻപാകെ വരുമ്പോൾ കോടതി ഇത്തരം അധികം ഇഴകീറി പരിശോധിച്ചുകൊണ്ട് വാദങ്ങളിലേക്ക് പോയിരിക്കില്ല. അപ്പോൾ ശക്തമായ വാദങ്ങൾ, അവിടുത്തെ സർക്കംസ്റ്റാൻസസ് എവിഡൻസ്, അവിടെ സാഹചര്യമായ തെളിവുകൾ തടക്കം ഇന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ ഇന്ന് പ്രതിഭാഗത്തിന് കഴിഞ്ഞിരിക്കണം. അതാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു കുറച്ചുകൂടി സമയം കോടതി നൽകാനുള്ള സാധ്യതകൾ. ഗർഭഛിദ്രം അടക്കം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അതിക്രമിച്ച് ഈ വീട്ടിലേക്ക് കയറി അടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ ഇത് പ്രോസിക്യൂഷൻ പറഞ്ഞതെങ്കിൽ അതിനെയൊക്കെ ഖണ്ഡിക്കുന്ന തരത്തിലേക്ക് വാദമുഖങ്ങൾ കോടതിയിൽ നിന്ന് അഭിഭാഷകർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉയർത്തിയിരിക്കണം. മാത്രമല്ല ഒരു ജനപ്രതിനിധിയാണ്, ജനപ്രതിനിധിക്ക് ചില സവിശേഷ സാഹചര്യങ്ങൾ, സവിശേഷതകൾ ഉണ്ട് എന്നടക്കം, പ്രിവിലേജ് അടക്കം ഒരുപക്ഷെ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഉയർന്നിരിക്കണം. അതിൻ്റെയൊക്കെ എന്തായിരിക്കാമെന്ന് കോടതിയിൽ നമുക്കറിയില്ല. കാരണം ഇത് വ്യക്തമായി പറയുകയാണെങ്കിൽ അടച്ചിട്ട റൂമിൽ തന്നെയാണ് ഇന്ന് വാദങ്ങൾ നടന്നത്. അപ്പോൾ ഈ വരുന്ന നമ്മുടെ അനുമാനങ്ങളാണ്. അനുമാനങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. പക്ഷേ നമുക്ക് അറിയാൻ കഴിയുന്ന, നൽകാൻ കഴിയുന്ന വാർത്ത നാളെ വീണ്ടും വാദം തുടരുന്നു എന്നുള്ളതാണ്. അനന്തൻ കൂട്ടിച്ചേർക്കാം പുതുതായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഇപ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതിനുള്ള അവസരം നൽകണം എന്ന് പ്രോസിക്യൂഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ സമയം നൽകിയിരിക്കുന്നത്. ഇതിലിപ്പോൾ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ അറസ്റ്റ് തടയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോടതി അത് സംബന്ധിച്ചൊരു പരാമർശവും നടത്തിയിട്ടില്ല. അതാണ് കോടതിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു കാര്യം. ഈ ഓർഡർ വരുന്നത് വരെ അറസ്റ്റ് തടയണം എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. പക്ഷേ കോടതി ഫർദർ ഹിയറിംഗിന് നാളെ പോസ്റ്റ് ചെയ്യുന്നു മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറമുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ സാധാരണഗതിയിൽ ഈ തുടർ നടപടികൾ നടക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റ് നടപടി ഉണ്ടാകാറില്ല. കാരണം ഇന്നലെ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അറസ്റ്റിന് മുതിരാൻ പാടില്ല എന്നുള്ളത് നേരത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഞ്ചാരപാത പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നതൊക്കെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വിവരം ഉണ്ട്. ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ ഒളിച്ചിരുന്ന സ്ഥലം കണ്ടെത്തിയിരുന്നു. ആ സ്ഥലത്ത് പോലീസ് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷം അയാൾ എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് ഏകദേശ വിവരം അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ട്. ചില സാങ്കേതികമായ ശരി, ആർ അനന്തകൃഷ്ണനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയത്.